നാളെ പറഞ്ഞ പാട്ട് കേട്ടതിന് ശേഷം ഇത് എന്തെങ്കിലും പറഞ്ഞോ? സാധാരണ അല്ലേ ഫ്രണ്ട്സ് സർക്കിളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രോൾ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരാണ് ഭയങ്കരമായിട്ട് തമാശ രീതിയിൽ ഇങ്ങനെ കളിയാക്കും. ആ രീതിയിൽ നിങ്ങൾ മാറ്റം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചില്ലേ? അറിയില്ല, മനസ്സിലാവുള്ളത് എന്തായാലും നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇമോഷണലാക്കെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലാക്കി കളഞ്ഞു. ആ ഒരു ഏരിയ നന്നായിട്ട് വർക്കാവുമെന്ന് മനസ്സിലായില്ലേ? ആണോ, താങ്ക് യു, സന്തോഷം. ഈ എല്ലാവരും നീലടല്ല കാരണം എനിക്കറിയില്ല, ഞാൻ ആരും ഇടാത്ത നോക്കിയിട്ടതാ, പണിപാടി പോയതാ. ഭയങ്കര സന്തോഷം. ഭയങ്കര സത്യം പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല. ഇനി പല ആൾക്കാരും പറയണം. ഇതെല്ലാം നമുക്ക് സ്നേഹമുള്ള നമ്മളിഷ്ടമുള്ള ആൾക്കാരാണ്. ഇതൊരു വൈഡായിട്ടുള്ള ആൾക്കാർ പറയട്ടെ, എന്നിട്ട് നോക്കാം. ഇങ്ങനെ ഞാനിങ്ങനെ പറയും, ഞാൻ കൊള്ളായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറയും. ഇവിടെ എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇനി ഇത് മെജോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ സന്തോഷം. മറ്റു സ്ഥലത്തും പോസിറ്റീവായിട്ടാണ് റെസ്പോൺസ് വരുന്നത്. ഹോപ്പ്ഫുള്ളാണ് എല്ലാവരും. നിങ്ങളും കണ്ടതല്ലേ, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ? എന്ത് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും? നിങ്ങൾക്ക് എന്ത് തോന്നി? സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇമോഷണലി നല്ല കാഴ്ച. കാണണോ പറയത്തക്കില്ല പുള്ളിക്ക്. നല്ല പടം, സെക്കൻഡ് ഹാഫ് നല്ലതാണ്. പുള്ളിയുടെ പിന്നെ നമ്മുടെ തിലകൻ്റെ ചെറുപ്പം അടിപൊളിയായിട്ട് നല്ല പടം കണ്ടിരിക്കാം. നല്ല പടം. സംഗീതത്തിൻ്റെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം. സംഗീതം ഒരുപാട് കോമഡി ഇതൊക്കെ ഉണ്ടാക്കണം. ഇതാണ് അഭിനയം. ഞാനിപ്പോൾ സംഗീതം പറഞ്ഞു സ്ലാങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര വൈബിലാണ് സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു ആക്സെൻറ്റ് കിടക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് ആദ്യം മുതലേ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അതൊക്കെ അറിയില്ലായിരുന്നു ഞാൻ ചെയ്തേക്കുന്ന. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത്തുള്ളവരോടൊക്കെ ഈ സിനിമ കണ്ടവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പരിപാടി, ആക്സെൻറ്റ് എന്താണ് അവസ്ഥ എന്നുള്ളത്. അതൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പുറത്തുനിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ വേണം പറയാൻ. അത് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഷോട്ടായിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, അത് ഈ സിനിമയോട് കൂടെയുള്ള ട്രാവൽ അങ്ങനെയായിരുന്നു. ഭയങ്കര ജെനുവിൻലി ഞാൻ ഇത്തവണ കണ്ടപ്പോഴും എനിക്ക് രണ്ട് സ്ഥലങ്ങളിലാണ് കരച്ചിൽ വന്നത്. ഒന്ന് അവിടെ, പിന്നെ ലാസ്റ്റ് ലിജോയുടെ കയ്യിൽ വിരലിൽ കുഞ്ഞു പിടിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഓഡിയനായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. താങ്ക് യു. ഓക്കെ. റിസ്ക് എടുത്തല്ലേ സ്ക്രീനിൽ കണ്ടപ്പോൾ ഈ പെട്ടെന്ന് 4 ദിവസം പറയുന്നത് ഞാൻ നമ്മൾ നോക്കുന്ന പോലെ ബേബികൾ ആ പേര് പോലെ തന്നെ, ആ പുഞ്ചിരി പോലെ തന്നെ നല്ലൊരു ചിത്രമായി മാറുന്നത് യാതൊരു സംശയമില്ല. ഇത് പലതിലോട്ട് മൊഴിമാറ്റം നടത്തപ്പെടും ഈ സിനിമ. അത്രയ്ക്കും നല്ലൊരു ശക്തമായ അതിൻ്റെ BGM, DOP, ഡയറക്ടർ അദ്ദേഹം അവരെയൊക്കെ എടുത്താലും സമ്മതിക്കണം. കാരണം അത്രയ്ക്കും നല്ല ത്രില്ലിങ് പടം. നല്ല BGM ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് നല്ലൊരു കഥ. ബേബികൾ സൂപ്പർ ഹിറ്റായി മാറും. തൊട്ടതെല്ലാം പൊന്നാവുകയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും കംബാക്ക് കൊടുക്കുന്ന സിനിമകളിലെല്ലാം ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിസംബറിൽ വന്നു, ശരിയല്ലേ? വർഷങ്ങൾക്ക് ശേഷത്തിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് 2ാമത്തെ പടമാണ്. അങ്ങനെയല്ല, പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ സിനിമയിൽ സാറിന് സിനിമ എന്താ എനിക്ക് കുട്ടികൾ അറിയാം. എൻ്റെ വൈഫിനാണ് ഇഷ്ടം സിനിമ. അവരാണ്
നാളെ കാരണം പാട്ട് കേട്ടതിന് ശേഷം മമിത എന്തെങ്കിലും പറഞ്ഞോ? ഒരു സാധാരണ അല്ലേ ഫ്രണ്ട്സ് സർക്കിളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രോൾ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരാണ് ഭയങ്കരമായിട്ട് തമാശ രീതിയിൽ ഇങ്ങനെ കളിയാക്കും. ആ രീതിയിൽ നിങ്ങൾ